إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ വൃഥാ പടച്ചതല്ല, മറിച്ച് വ്യക്തമായൊരു യുക്തിക്ക് പിറകിലായിക്കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത്. അള്ളാഹു പറയുകയാണ്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നു വർഗത്തെയും അതുപോലെ തന്നെ മനുഷ്യവർഗത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടില്ല എന്ന് നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അവൻ്റെ പ്രതിഫലമാണ് സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹോദരങ്ങളെ, സ്വർഗം എന്നത് അത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ ആസ്വദിക്കാൻ വേണ്ടി പടച്ചതാണ്. അവരുടെ ഈമാനിൻ്റെ പ്രതിഫലമായും അവർ ചെയ്തു കൂട്ടിയ ഇബാദത്തുകൾക്കുള്ള പ്രതിഫലമായും പകരം നൽകുന്നതാണ് സ്വർഗം എന്നുള്ളത്. ഈ ഗേഹം അഥവാ സ്വർഗം എന്നുള്ളത് ആരാണോ അതിൽ പ്രവേശിക്കുന്നത് അവനതിൽ അനുഭൂതികൾ മാത്രമായിരിക്കും അനുഭവപ്പെടുക. അവനതിൽ യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. ശാശ്വത ഭവനമാണ്, അവിടെ സമാധാനം മാത്രമായിരിക്കും. നമ്മുടെ ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ പല പ്രതിസന്ധികളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. എന്നാൽ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. അല്ലാഹു ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നത് ദാരിസ്സലാമിലേക്കാണ്, അഥവാ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, സ്വർഗം അത് പടക്കപ്പെട്ടതാണ്, ഇപ്പോഴേ ഉള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആർക്ക്? ലിൽ മുത്തഖീൻ, അള്ളാഹുവെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബ് ഒരുക്കി വെച്ചതാണ് സ്വർഗമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. മുഅ്മിനീങ്ങൾ അവർ ഈ സ്വർഗത്തെ റബ്ബിനോട് ചോദിക്കുകയും ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി പറഞ്ഞതായി കാണാം, റബ്ബന വ ആതിനാ മാ വഅദ്തന അലാ റുസുലിക് വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, മുഅ്മിനീങ്ങൾ അവർ പറയും, റബ്ബേ, നിന്റെ റസൂലുമാർക്ക് നീ വാഗ്ദാനം ചെയ്ത കാര്യം അത് നമുക്ക് നൽകണമേ. എന്താണ് സഹോദരങ്ങളെ റസൂലുമാർക്ക് വാഗ്ദാനമായി നൽകിയത്? സ്വർഗമാണത്. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, തീർച്ചയായും റബ്ബേ, നീ വാഗ്ദാനം ലംഘിക്കുന്നവനല്ല എന്ന് മുഅ്മിനീങ്ങൾ പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വിശേഷണമായി നമ്മെ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലതയുള്ള പൂന്തോപ്പുകളും കണ്ണിന് കുളിർമയേകുന്ന കാര്യങ്ങളുമാണ് അതിലുണ്ടാവുക. റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഉമ്മു ഹാരിസ അവിടുത്തെ മകനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം അമ്പ് കൊണ്ട് മരിച്ചയാളാണ്, അഥവാ ഉമ്മു ഹാരിസയുടെ മകൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ ഉമ്മ ഹാരിസ
ഇന്ന ബനക അസാബൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹാരിസയോട് പറഞ്ഞു, നിന്റെ മകന് സ്വർഗമാണ് ഭവിച്ചിരിക്കുന്നത്, അഥവാ സ്വർഗമാണ് ലഭിച്ചിരിക്കുന്നത്. യാ ഉമ്മ ഹാരിസ ഇന്നഹ ജിനാൻ. സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വർഗമല്ല, സ്വർഗങ്ങളാണ്. പല തട്ടുകളുണ്ട്, പല പദവികളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക, ഇന്നഹ ജിനാൻ, അത് സ്വർഗത്തോപ്പുകളാണ്, സ്വർഗങ്ങളാണ്. ഇന്ന ബനക ഫിൽ ഫിർദൗസിൽ അഅല, നിന്റെ മകൻ ഫിർദൗസിൽ അഅലയിലാണ്, അഥവാ ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലാണ് ഉമ്മു ഹാരിസ നിന്റെ മകനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. നമുക്കറിയാം സ്വഹാബിമാർക്ക് അവർക്ക് സ്വർഗമാണ് ലഭിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രയാസങ്ങൾ അവർക്ക് പ്രയാസമല്ലാതായി മാറും. അവർക്ക് പിന്നീട് ദുനിയാവിൽ അവരുടെ കരളിന്റെ കഷ്ണമാണ് നഷ്ടപ്പെട്ടതെങ്കിലും അവർക്ക് സ്വർഗമാണ് പകരമായി ലഭിക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രയാസം അത് പ്രയാസമല്ലാതായി മാറും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പരിമളമാണ് ഉണ്ടാവുക, വളരെ നല്ല ഗന്ധമാണ് ഉണ്ടാവുക. അതിൻ്റെ സുഗന്ധം വർഷങ്ങൾ വഴിദൂരം അടിച്ചു വീശുന്നതാണ്. മനുഷ്യൻ ഊട്ടപ്പെട്ടത് തന്നെ നല്ല നല്ല മണങ്ങൾ ഇഷ്ടപ്പെടുന്നവരായ നിലയിലാണ്. അവർക്ക് ബഹൂറും അതുപോലെ തന്നെ അത്തറുകളും അത് വളരെ ഇഷ്ടമുള്ള ആളുകളാണ് മനുഷ്യന്മാർ. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിന്റെ പരിമളമായി നമുക്ക് പറഞ്ഞു തന്നു അതിൻ്റെ മണം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ ഖതല മുആഹദൻ ലം യരിഹ് റായിഹത്തൽ ജന്ന. ആരാണോ നമ്മളുമായി കരാറിലുള്ള ഒരു അവിശ്വാസിയെ വധിച്ചു കളയുന്നത്, കൊന്നു കളയുന്നത്, ലം യരിഹ് റായിഹത്തൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അവന് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വ ഇന്ന റീഹഹാ ലതൂജദു മിൻ മസീറതി 40 ആമ. സുബ്ഹാനല്ലാഹ്, അതിന്റെ മണം, അതിന്റെ പരിമളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷം അടിച്ചു വീശുന്ന, വഴിദൂരം അടിച്ചു വീശുന്ന മണമാണ് അതിൻ്റെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ നോക്കൂ, എന്തായിരിക്കും സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തായിരിക്കും സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സഹാബിമാർക്ക് അവരുടെ മരണാസന്ന സമയത്ത് സ്വർഗത്തിന്റെ മണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അനസ് ബിൻ നളർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്നി ലഅജിദു റീഹൽ ജന്ന ദൂന ഉഹദ്. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, എനിക്കിതാ സ്വർഗത്തിന്റെ മണം അതെനിക്ക് വന്ന് ഭവിക്കുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അദ്ദേഹത്തിന് ആ മരണ സമയത്ത് സ്വർഗത്തിന്റെ മണം അത് ലഭിക്കുകയാണ്. അദ്ദേഹം ഷഹീദായി മരണപ്പെട്ടതാണ്. ഏകദേശം 80ഓളം വെട്ടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. നോക്കൂ സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ പരിമളത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ സഹാബിമാരും നമുക്ക് അറിയിച്ചു തരുന്നത്. അതുപോലെ തന്നെ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിസ്തൃതി ഉള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മിൽ ആരെങ്കിലും ഭൂമി മുഴുവനായി യാത്ര ചെയ്ത ആളുകളുണ്ടോ? ഭൂമി അഥവാ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ സ്ഥലം, ഈ ഭൂമി മുഴുവനും നമ്മൾ യാത്ര ചെയ്ത ആളുകൾ ആരെങ്കിലും ഉണ്ടാവുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി മാത്രമല്ല പറഞ്ഞത്, ഭൂമിയും അതുപോലെ തന്നെ ആകാശവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു പറയുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലുക, നിങ്ങൾ ധൃതി കാണിക്കുക. അർളുഹാ അസ്സമാ വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, ഇതാ നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് ഒരുക്കി വെച്ചിരിക്കുന്നത് മുത്തഖീങ്ങൾക്കാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് പറയുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സഹാബിമാരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, സഹാബിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദുനിയാവിലെ ഓഹരികൾ ലഭിച്ചാൽ സന്തോഷം കൊള്ളുന്ന ആളുകളല്ല. അവർക്ക് ദുനിയാവിൽ ഇന്ന കാര്യങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ സന്തോഷം കൈക്കൊള്ളുന്ന ആളുകളല്ല. മറിച്ച് അവർക്ക് സ്വർഗമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവേശം എന്താണെന്ന് അറിയിക്കുന്ന ഹദീസാണ് സഹോദരങ്ങളെ ഇത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബദറിന്റെ രംഗമാണ്. ബദർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖൂമു ഇലാ ജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റുകൊണ്ടിതാ ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ ഇതാ അണിഞ്ഞൊരുങ്ങുക, അഥവാ അതിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതി കാണിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ അവിടെ ഉമൈർ ഇബ്നുൽ ഹമ്മാം എന്ന് പറയുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. യാ റസൂലല്ലാഹ്, ജന്നത്തുൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്
അല്ലയോ റസൂലേ, ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ള സ്വർഗമോ? ആ സഹാബി അത്ഭുതപ്പെട്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഖാല നഅം, അതെ അതെ ഉമൈർ, ആ സ്വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുള്ളതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഖാല ബഖിൻ ബഖിൻ, അഥവാ എത്ര നഷ്ടമെന്ന രൂപത്തിലുള്ള സംസാരം ആ സഹാബി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാ യഹ്മിലുക അലാ ഖൗലിക ബഖിൻ ബഖിൻ, എന്തുകൊണ്ടാണ് നീ ബഖിൻ ബഖിൻ എന്ന് പറഞ്ഞത്? എന്താണ് നിനക്കിത് പറയാൻ പ്രേരണമായ കാര്യം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സഹാബി പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാഹ് ഇല്ലാ റജാഅ അൻ അകൂന മിൻ അഹ്ലിഹാ, എനിക്ക് അവരുടെ കൂട്ടത്തിൽ അഥവാ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ എനിക്കുമാകണമെന്ന ആഗ്രഹത്താലാണ് ഞാൻ ഈ വാക്ക് പറഞ്ഞത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു, ഫഇന്നക മിൻ അഹ്ലിഹാ, നീ അവരുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കണം. നമുക്ക് സ്വർഗമാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു പണിയും ചെയ്യേണ്ടതില്ല, മാറിയിരിക്കാം, സ്വർഗമല്ലേ ഉറപ്പിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മാറിയിരിക്കും. പക്ഷേ അവർ സ്വഹാബിമാരായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടത് എന്തിനാലാണ്, എന്ത് കാരണത്താലാണ്? അവിടുന്ന് പറയുകയാണ്, ഫഅഖറജ തമറാതു മിൻ ഖർനി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഈത്തപ്പഴങ്ങൾ ഉണ്ടായിരുന്നു. ഫജഅല യഅകുലു മിൻഹുൻ, അദ്ദേഹം ഈത്തപ്പഴം ഇങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ثم قال إن أنا حييت حتى آكل تمراتي هذه إنها لحياة طويلة, ഇനി ഞാൻ ഈ ഈത്തപ്പഴം ഭക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു ആയുസാണ്, വലിയ സമയമാണ്. എന്നിട്ട് അദ്ദേഹം അത് എറിഞ്ഞുകൊണ്ട് ഫറമാ ബിമാ കാന മഅഹു മിന തംരി ثم قاتلهم حتى قتل لا إله إلا الله, അദ്ദേഹം ആ ഈത്തപ്പഴം അത് വലിച്ചെറിഞ്ഞുകൊണ്ട് യുദ്ധത്തിലേക്ക് പടപുരതി നീങ്ങുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു സഹോദരങ്ങളെ സഹാബിമാർ. അവർ അമലിന്റെ കാര്യങ്ങളിൽ ഫആലുകളായിരുന്നു. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾ ഖവ്വാലുകളാണ്. അവർ പ്രവർത്തിക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ നമ്മൾ ഇങ്ങനെ സദാ പ്രസംഗിച്ചു കൊണ്ടിരിക്കും, അതല്ല എങ്കിൽ പ്രവർത്തികളില്ലാതെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ സഹാബിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുൻപന്തിയിൽ ഉണ്ടാകുമായിരുന്നു. റളിയല്ലാഹു അൻഹും അജ്മഈൻ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ അവർ അവരുടെ ഹൃദയം ശുദ്ധീകരിച്ചതിന് ശേഷം മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിൽ തന്നെ നല്ല നല്ല ആളുകളുമായി സഹവസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു മാധുര്യം അതെത്ര വലുതാണ്. നോക്കൂ സഹോദരങ്ങളെ, സ്വർഗത്തിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? നല്ല നല്ല ഹൃദയത്തിനുടമകൾ. എല്ലാ ആളുകളും ശുദ്ധീകരിച്ച അവസ്ഥയിൽ അവർ സ്വർഗത്തിലേക്ക് എത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വസീഖല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ അവർ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി അവർ പ്രവേശിക്കപ്പെടും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ഇതാ ദുനിയാവിൽ പല കാര്യങ്ങളും മുഅ്മിനീങ്ങൾ അവർ വെടിയുന്നുണ്ട്, പല കാര്യങ്ങളും അല്ലാഹു ചെയ്യരുത് എന്ന് പറയുന്നത് അവർ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇന്ന കാര്യം ചെയ്യണമെന്ന് പറയുന്നത് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവർ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആവുകയില്ല. അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവർ സ്വർഗത്തിന്റെ വാതിലിന് അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി സ്വർഗം അത് മലർക്കെ തുറന്നു കൊടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ പോയി ഒരു മുഅ്മിൻ ആ വാതിൽ തുറക്കേണ്ട ആവശ്യം പോലുമില്ല, ആ ഒരു പ്രയാസം പോലും അവൻ ഉണ്ടാവുകയില്ല. മറിച്ച് ആദരവെന്നോണം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ആദരവെന്നോണം അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടും. നോക്കൂ സഹോദരങ്ങളെ, അത്ര പോലും പ്രയാസം സ്വർഗത്തിൽ ഉണ്ടാവുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് സ്വർഗം. وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين, അവിടെയുള്ള കാവൽക്കാർ അവരോട് പറയുമെന്നാണ്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമാണുള്ളത്, നിങ്ങൾക്ക് സമാധാനമാണുള്ളത്. ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾ അതിൽ പ്രവേശിച്ചു കൊള്ളുക, നിങ്ങൾ എപ്പോഴും നിത്യവാസികളായിരിക്കുമെന്ന് അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ സ്വർഗത്തിന് 8ഓളം വാതിലുകളുണ്ട്. സ്വർഗത്തിന് 8ഓളം വാതിലുകളുണ്ട്. അതിൽ ബാബു റയ്യാൻ ഉണ്ട്. അതിലൂടെയാണ് നോമ്പുകാർ പ്രവേശിക്കുക. നോക്കൂ സഹോദരങ്ങളെ, 4ഓളം വാതിലുകളെ കുറിച്ച് ഹദീസിൽ വന്നതായി കാണാം. ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബി സ്വലാഹ്, നന്നായി നിസ്കാരം മുറപ്രകാരം അത് നിർവഹിക്കുന്ന ആളുകൾ, സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെയുള്ള തഹജ്ജുദ് നിസ്കാരം, ഫർള് നിസ്കാരം പിന്നെ പറയേണ്ടതില്ല, അതിനുശേഷമുള്ള ഐച്ഛികമായ നിസ്കാരങ്ങൾ അത് മുറപ്രകാരം നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ബാബു സ്വലായിലൂടെ പ്രവേശിക്കാൻ സാധിക്കും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇയ മിൻ ബാബിൽ ജിഹാദ്, അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളെ ബാബുൽ ജിഹാദിലൂടെ വിളിക്കപ്പെടും.
വമൻ കാന മിൻ അഹ്ലി സ്വദഖതി ദുഇയ മിൻ ബാബി സ്വദഖ. അതുപോലെ തന്നെ സ്വദഖ നന്നായി നൽകുന്ന ആളുകൾ അവരെ സ്വദഖയുടെ വാതിലുകളിലൂടെ വിളിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലി സിയാമി ദുഇയ മിൻ ബാബി റയ്യാൻ. റയ്യാൻ എന്ന് പറയുന്ന വാതിലിലൂടെ നോമ്പുകാരെയും വിളിക്കപ്പെടും. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഫ്ളലു സഹാബ അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അലാ അഹദിൻ യുദ്അ മിൻ തിൽകൽ അബ്വാബി മിൻ ദറൂറ ഫഹൽ യുദ്അ അഹദു മിൻ തിൽകൽ അബ്വാബി കുല്ലിഹാ. അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ എല്ലാ വാതിലുകളിലൂടെയും ഒരാൾ വിളിക്കപ്പെടുമോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി നൽകി, നഅം വ അർജു അൻ തകൂന മിൻഹും. അതെ, നീ അതിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അബൂബക്കറെ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതയാണിത്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അല്ലെങ്കിൽ ഷിയാക്കൾ, ഷിഈ, അവർ പറയുന്ന കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായ രൂപത്തിലും ലഅനത്ത് നടത്തുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ കാര്യമാണിത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആർക്കാണ് ഇതിൽ തർക്കം? നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് അഥവാ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ആകാശഭൂമികളെക്കാൾ വിസ്തൃതിയുണ്ട് സ്വർഗത്തിന് എന്നുള്ളത്. എന്നാൽ അത് ഏതിന്റെ വേഗത്തിലാണ്? ആ വിസ്തൃതി ഏതിന്റെ വേഗത്തിലാണ്? ഇടിമിന്നലിന്റെ വേഗത്തിലാണോ? നമുക്കറിയില്ല. അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ഓടിപ്പോകുന്ന കുതിരയുടെ വേഗത്തിലാണോ? അതും നമുക്കറിയില്ല. നോക്കൂ സഹോദരങ്ങളെ, എന്തായിരിക്കും സ്വർഗം? എന്തായിരിക്കും സ്വർഗം? ഇത്രയും വിശാലമുള്ളതാണ് സ്വർഗം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ദുനിയാവിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, അതല്ല എങ്കിൽ അത് മനഃപ്പാഠമാക്കുന്ന ആളുകളോട് നാളെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവരോട് പറയും, യുഖാലു ലി സാഹിബിൽ ഖുർആൻ ഇഖ്റ വർതഖി വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ. എന്താണ്? നീ ദുനിയാവിൽ വെച്ച് പാരായണം ചെയ്തതുപോലെ നീ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്ന മൻസിലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നിന്റെ സ്ഥാനം നീ അവസാനമായി പാരായണം ചെയ്ത് ഖുർആൻ പാരായണം ചെയ്യുന്ന നിർത്തുന്ന സ്ഥലത്തായിരിക്കും നിന്റെ സ്ഥാനമെന്ന് ഖുർആൻ മുറുകെ പിടിക്കുന്ന ആളുകൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെടുമെന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഒരു അമലും വെറുതെയല്ല, വല്ലാഹി വെറുതെയല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകൾക്കും കൃത്യമായും വ്യക്തമായും നമുക്ക് പ്രതിഫലം ലഭിക്കപ്പെടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വർഗത്തിലെ മണ്ണ് അത് മിസ്കാണ്. സ്വർഗത്തിലെ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കസ്തൂരിയാണ്. അതിലെ കല്ലുകൾ മുത്തു പവിഴങ്ങളുമാണ്. അതിന്റെ പ്രതലം വെളുവെളുത്ത പ്രതലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നമ്മൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പലതും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാകും ആ സ്വർഗത്തെ പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഇതാ എൻ്റെ മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നത് മാ ലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനും സമിഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സ്വർഗമാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. നോക്കൂ സഹോദരങ്ങൾ, നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കാൻ സാധിക്കും? എത്രയെത്ര അനുഭൂതികൾ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് അല്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അതിനേക്കാൾ അപ്പുറമാണ് സ്വർഗം എന്നുള്ളത്. മാത്രമല്ല സഹോദരങ്ങളെ, സ്വർഗത്തിൽ തണലുകളാണ്, വെയിലുകളില്ല. ആരാണ് സഹോദരങ്ങളെ തണൽ ആഗ്രഹിക്കാത്തത്? സ്വർഗത്തിൽ അവിടെ തണലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹാ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ലഹും ഫീഹാ അസ്വാജുൻ മുതഹ്ഹറ വനുദ്ഖിലുഹും ധില്ലൻ ളീല. അല്ലാഹു പറയുകയാണ്, സൽപ്രവൃത്തി ചെയ്ത ആളുകൾ അവരെ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും. അവർക്ക് അവിടെ ഭാര്യമാരും തരുണികളും ഉണ്ടാകും. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുകയാണ്, വനുദ്ഖിലുഹും ധില്ലൻ ളീല, എന്നിട്ട് അവരെ നാം വ്യക്തമായ ഒരു തണലിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി ലശജറ യസീറു റാകിബു ഫീ ധില്ലിഹാ മിഅത ആമിൻ മാ യഖ്തഉഹാ. ഇതാ സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ഒരു മരം, ആലോചിച്ച് നോക്കണം, ഒരൊറ്റ മരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിൽ ഒരു കുതിരയിൽ സഞ്ചരിക്കുന്ന ഒരാൾ, അവൻ 40 വർഷമല്ല, ഒരു വർഷം അവൻ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ തണൽ മുറിച്ചു കടക്കാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു മരമാണ് ഇവിടെ പറഞ്ഞത്.
സഹോദരങ്ങളെ, ഇതാണ് സ്വർഗം. അതുപോലെ തന്നെ അവിടെയുള്ള പഴങ്ങൾ എന്താണ് സഹോദരങ്ങളെ? വബശ്ശിരിൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ കുല്ലമാ റുസിഖു മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖൻ ഖാലു ഹാദാ അല്ലദീ റുസിഖനാ മിൻ ഖബ്ൽ വഉതു ബിഹി മുതശാബിഹാ വലഹും ഫീഹാ അസ്വാജുൻ മുതഹറത്തുൻ വഹും ഫീഹാ ഖാലിദൂൻ. അവർക്ക് പല പഴങ്ങളും അവർക്ക് നൽകപ്പെടും. അവർ പറയും, ഇതാ നമ്മൾ മുൻപ് കഴിച്ച അതേ പഴം തന്നെയാണല്ലോ നമുക്ക് ലഭിച്ചത്, ഇതുപോലുള്ളത് അല്ല, മറ്റൊന്ന് തരണമെന്ന് പറയുമ്പോൾ എന്താണ് സഹോദരങ്ങളെ അതിന്റെ അവസ്ഥ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ലൈസ ഫിൽ ജന്നതി ശൈഉം മിമ്മാ ഫിദ് ദുനിയ ഇല്ലൽ അസ്മാ. ദുനിയാവിലെ ഓരോ കാര്യങ്ങളും സ്വർഗത്തിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതില്ല അതേ സാധനമാണ് സ്വർഗത്തിൽ ലഭിക്കുക എന്നുള്ളത്. മറിച്ച് അതിന്റെ പേരുകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക, അല്ലെങ്കിൽ പേരുകൾ മാത്രമാണ് സദൃശ്യമുള്ളത്. പക്ഷേ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. നോക്കൂ സഹോദരങ്ങളെ, ഇതാണ് സ്വർഗം. ഇതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാകണം നമ്മൾ. അതല്ലാതെ മറ്റ് പല ദുനിയാവിൻ്റെ ആവശ്യങ്ങൾക്കും വേണ്ടി നെട്ടോട്ടം ഓടേണ്ട ആളുകളല്ല. അതിൽ പഴങ്ങളും അതുപോലെ തന്നെ ഈത്തപ്പനങ്ങളും ഉണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അവിടെ ഭക്ഷിക്കപ്പെടുക എങ്ങനെയുള്ള പാത്രങ്ങളിലാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, ലാ തശ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫിദ്ദ. നിങ്ങൾ സ്വർണത്തിൻ്റെയും അതുപോലെ തന്നെ വെള്ളിയുടെയും പാത്രത്തിൽ ദുനിയാവിൽ വെച്ച് ഭക്ഷിക്കാൻ പാടില്ല. കാരണം എന്നാണ്? ഫഇന്നഹ ലഹും ഫിദ് ദുനിയ. കാഫിരീങ്ങൾ, അവിശ്വാസികൾക്ക് ദുനിയാവിൽ വെച്ച് ലഭിക്കപ്പെടുന്ന കാര്യമാണത്. അവരാണ് അതിൽ ഭക്ഷിക്കുക, അവരാണ് ദുനിയാവിൻ്റെ ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, വലക്കും ഫിൽ ആഖിറ. നിങ്ങൾക്കാവട്ടെ അത് സ്വർഗത്തിൽ വെച്ച് ലഭിക്കപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാകണം. ദുനിയാവ് നമ്മുടെ ഹൃദയത്തിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാൻ സാധിക്കുകയില്ല തന്നെ എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിന്റെ ആളുകളിൽ അവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ലഭിക്കുന്ന മുത്തഖീങ്ങളുടെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി കൊണ്ട് പറയുകയാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദർറാ. സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകൾ അവർക്ക് പ്രയാസമുള്ള സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ വിശാലതയുള്ള സന്ദർഭങ്ങളിലും അവർ ഒരുപോലെ സ്വതക്ക നൽകുന്ന ആളുകളാണ്. വൽ കാദിമീനൽ ഗൈദ് വൽ ആഫീന അനിൻ നാസ്. അവർ ദേഷ്യം അത് കടിച്ചു പിടിക്കുന്ന ആളുകളും ദേഷ്യപ്പെടാത്ത ആളുകളും അതുപോലെ തന്നെ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച മനോഭാവമുള്ള ആളുകളുമാണ് മുഅ്മിനീങ്ങൾ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന്. സഹോദരങ്ങളെ നോക്കൂ, മുഅ്മിനീങ്ങൾ അവർ അവരുടെ കുടുംബക്കാരോടും അതുപോലെ തന്നെ തൻ്റെ സഹോദരങ്ങളോടുമൊക്കെ കാരുണ്യത്തിൽ വർത്തിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്വർഗം ലഭിക്കുക. അവർ കുടുംബക്കാരോടും അവരുടെ സഹോദരന്മാരോടും ഒക്കെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറും. മാത്രമല്ല, നിസ്കാരം നിർവഹിക്കുന്നവരും സകാത്ത് കൊടുക്കുന്നവരുമാണ് സ്വർഗക്കാർ. ഇതിനേക്കാളൊക്കെ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മുഅ്മിനീങ്ങളല്ലാതെ മുസ്ലിമീങ്ങളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ നഫ്സുൻ മുസ്ലിമ. ഒരു മുസ്ലിമായ ആളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹം എത്ര വലുതാണ്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാതെ തന്നെ നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മളെ മുസ്ലിമായി ജനിപ്പിച്ചു എന്നുള്ളത്. നോക്കൂ സഹോദരങ്ങൾ, അതിലായി കൊണ്ട് മരിക്കാനാണ് ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത്. നമ്മളിതാ ഇവിടെ വന്നിതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുകയാണ്, ഇതാ നിസ്കരിക്കുകയാണ്. ഇതേ അവസ്ഥയിലുള്ള നമ്മളെ ഒരു ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യിപ്പിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, നിന്റെ ദീനിൽ നമ്മളെ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു. നമ്മളും എത്ര കണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആരാണ് ആദ്യമായി സ്വർഗത്തിന്റെ വാതിലിന് വന്ന് മുട്ടുക?
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാത്രമല്ല ഒന്നാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, നഹ്നുൽ ആഖിറൂൻ, നമ്മളാണ് അവസാനക്കാർ, അഥവാ നമ്മളിലേക്കാണ് അവസാനത്തെ റസൂൽ അല്ലെങ്കിൽ നബി വന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അവ്വലൂന യൗമൽ ഖിയാമ, എന്നാൽ ഖിയാമത്ത് നാളിൽ നമ്മളായിരിക്കും ഒന്നാമതായി. വനഹ്നു അവ്വലു മൻ യദ്ഖുലുൽ ജന്ന, ഒന്നാമതായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക നമ്മളായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ധാരാളം സ്വർഗത്തിലുള്ള അനുഭൂതികൾ നമുക്ക് ഇനിയും കാണാം. അത് നമുക്ക് ഒരു ഖുതുബ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. അവിടെ കൊട്ടാരങ്ങളുണ്ട്, അതുപോലെ തന്നെ അവിടെ ഹൂറുൻ ഐനുകളുണ്ട്, അതുപോലെ തന്നെ സ്വർഗത്തിൽ പല അനുഭൂതികളും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, സ്വർഗത്തിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ അവർ ആരാണ്? എന്താണ് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം? ആലോചിച്ച് നോക്കണം. ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നയാളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാ അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസിലതൻ, ആരാണ് സ്വർഗത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ? അവസാനമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളാണ്? ഹുവ റജുലുൻ യജീഉ ബഅദ മാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന, ഒരാൾ അവസാനമായി അവൻ വരും. എല്ലാ ആളുകളും സ്വർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവസാനമായി ഒരാൾ വരും. ഫയുഖാലു ലഹു ഉദ്ഖുലിൽ ജന്ന, അവനോട് പറയപ്പെടും, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക, നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ ഫയഖൂലു ഐ റബ്ബി കൈഫ വഖദ് നസല അന്നാസു മൻസിലഹും, അല്ലാഹുവേ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക? ഓരോ ആളുകളും അവരുടെ സ്ഥാനങ്ങൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് എന്താണ് അവിടെ സ്വർഗത്തിൽ ലഭിക്കുക എന്ന് അവൻ പറയുമെന്നാണ്. അപ്പോൾ പറയും ഫയുഖാലു ലഹു അചർല അൻ യകൂന ലക മിസ്ലു മുൽകിൻ മലികിൻ മിൻ മുലൂകി ദുനിയ, ദുനിയാവിലെ ഒരു രാജാവിന് അവന് ലഭിക്കുന്ന കാര്യം നിനക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കണം. ദുനിയാവിൻ്റെ എല്ലാത്തിൻ്റെയും രാജാവ് ഒരാളാണ്. ആ ഒരാൾക്ക് ലഭിക്കുന്ന കാര്യം നിനക്ക് ലഭിച്ചാൽ നീ തൃപ്തിപ്പെടുമോ? അപ്പോൾ അയാൾ പറയും റളീതു റബ്ബി, അതെ റബ്ബേ ഞാൻ തൃപ്തിപ്പെട്ടു. ഫയഖൂലു ലക ദാലിക വമിസ്ലുഹു 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 വമിസ്ലുഹു, അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് പറയുമെന്നാണ് വമിസ്ലുഹു 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 വമിസ്ലുഹു, 4 തവണ മിസ്ലുഹു എന്ന് പറഞ്ഞു. ഫയഖൂലു ഫിൽ ഖാമിസ്, 5ാമത് പറയുമ്പോൾ റളീതു റബ്ബി എന്ന് അയാൾ പറയുമെന്നാണ്. അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നയാൾ. നോക്കൂ സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമയോട് കാണിക്കുന്ന കാരുണ്യം. എന്നിട്ട് അവിടുന്ന് പറയും ഹാദാ ലക വഅശ്റു അംസാലി, അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇത് മാത്രമല്ല നിനക്ക് അതിൻ്റെ 10 ഇരട്ടിയുമുണ്ട്, ഇത് മാത്രമല്ല ഇതിൻ്റെ 10 ഇരട്ടി നിനക്കുമുണ്ട്. വലക മസ്തഹത് നഫ്സുക് വലദ്ദത് ഐനുക്, അത് മാത്രമല്ല നീ നിന്റെ ഹൃദയം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ നിനക്കുണ്ട്. നിന്റെ കണ്ണിന് കുളിർമയേകുന്ന കാര്യങ്ങൾ എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതും നിനക്കുമുണ്ട് എന്ന് ആരോടാണ് സഹോദരങ്ങളെ പറയുന്നത്? അവസാനമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളോട്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിച്ച ആളുകൾക്ക് ലഭിക്കുന്ന അനുഭൂതി, അവർക്ക് ലഭിക്കുന്ന ആ സൗകര്യം എന്തായിരിക്കും സഹോദരങ്ങളെ? ഇത് കണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല നമ്മളൊന്നും അതിൽ കടക്കുകയില്ല, അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് നമ്മൾ ആരും ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സലുല്ലാഹൽ ഫിർദൗസൽ അഅല, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നിങ്ങൾ ഫിർദൗസുൽ അഅല തന്നെ ചോദിക്കണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കുക. പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ എങ്ങോട്ടേക്കാണ് നമ്മുടെ ഈ പോക്ക്? നമ്മൾ ഇത്രയും സ്വർഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ ഇനിയും ഈ ദുനിയാവ് എന്ന പാഴ്സ്വപ്നത്തിൻ്റെ പുറകെ പോവുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മളെക്കാൾ വലിയ നഷ്ടക്കാർ മറ്റാരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൻ്റെ നിരർത്ഥകത, ദുനിയാവ് എന്നത് ഏറ്റവും മെച്ചമായതാണ്, അതല്ലെങ്കിൽ ഏറ്റവും വിലയില്ലാത്തതാണെന്ന് അറിയിക്കുന്ന ഒരായത്ത് നമുക്കറിയില്ലേ? അള്ളാഹു പറഞ്ഞില്ലേ, യൗമ യുൻഫഖു ഫിസ്സൂരി വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖാ, ഇതാ കാഹളത്തിൽ ഊതപ്പെട്ട് കഴിഞ്ഞാൽ മുജ്രിമീങ്ങളെ, കുറ്റവാളികളെ നീലവർണ്ണമുള്ള ആളുകളായിക്കൊണ്ട്, ആ അവസ്ഥയിലായിക്കൊണ്ട് നമ്മൾ അവരെ ഒരുമിച്ച് കൂട്ടും. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ല അസ്റ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ന്ന ശബ്ദത്തിൽ അവർ പറയുമെന്നാണ്, ദുനിയാവിൽ നമ്മൾ 10 ദിവസം മാത്രമാണ് ജീവിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ 10 ദിവസം മാത്രമാണ് ജീവിച്ചത് എന്നാണ് അവർ പറയുക. ആലോചിച്ച് നോക്കണം. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, നമ്മളുടെ മാത്രം കാര്യമല്ല,
ദുനിയാവിൽ മുഴുവൻ ആരൊക്കെ ജീവിച്ചു മരിച്ചിട്ടുണ്ടോ അവർ പറയുന്ന വാക്കാണിത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ദഅവത്ത് മാത്രം നടത്തിയത് 950 വർഷമാണ്. 950 വർഷം അദ്ദേഹം ദഅവത്ത് മാത്രം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. എന്നിട്ട് തീർന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയും, നഹ്നു അഅലമു ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് വ്യക്തമായി അറിയുന്നയാളാണ് ഞാൻ. ഇദ് യഖൂലു അംതലുഹും ത്വരീഖതൻ ഇല്ല ബിസ്തും ഇല്ലാ യൗമാ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യമായ വ്യക്തി പറയുമെന്നാണ്, അങ്ങനെയല്ല 10 ദിവസമല്ല, ഒരു ദിവസം മാത്രമാണ് നമ്മൾ ദുനിയാവിൽ ജീവിച്ചത് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇതാ നിസ്കാരം ഉപേക്ഷിക്കുന്നുണ്ടല്ലോ ഒരു ദുനിയാവിന് വേണ്ടി. ആ ദുനിയാവിന്റെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഇതാ പല കാര്യങ്ങളും വരുമ്പോൾ അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ കാറ്റിൽ പറത്തുന്നുണ്ടല്ലോ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ. ആ ദുനിയാവിനെ പറ്റി റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തവും കൃത്യവുമായി നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ആ ദുനിയാവിന് വേണ്ടി പണിയെടുക്കുക. ഇനി സഹോദരങ്ങളെ, നമുക്ക് സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി അതെന്താണ്? നമുക്ക് ഈ നിഅമത്തുകളൊക്കെ നൽകിയ, അതുപോലെ തന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മളെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാക്കിയ, നമ്മുടെ കൈകൾക്ക് പ്രയാസമില്ല, നമ്മുടെ കാലുകൾക്ക് പ്രയാസമില്ല, നമ്മുടെ കണ്ണുകൾക്ക് പ്രയാസമില്ല, നമ്മൾ ചോദിക്കാതെ തന്നെ പല പല നിഅമത്തുകളും നമുക്ക് നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുഖം അത് കാണുക എന്നുള്ളതാണ് സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവരോട് ചോദിക്കുമെന്നാണ്, നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? അവർ പറയുമെന്നാണ്, അള്ളാഹുവേ, നിങ്ങൾ നമുക്ക് സ്വർഗം നൽകി, നമ്മുടെ മുഖം നീ എന്ത് ചെയ്തിട്ടുണ്ട്? വെളുവെളുപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്താണ് ലഭിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഫയക്ഷിഫു ലഹുമുൽ ഹിജാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ അത് നീക്കപ്പെടും. വയൻദുറൂന ഇലൈഹി ഫവല്ലാഹി മാ അതാഹുമുല്ലാഹു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലൈഹി വലാ ഖറു ലിഅയുനിഹിം, അവരുടെ കണ്ണിന് ഏറ്റവും കുളിർമയുള്ള കാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുഖം കാണുക എന്നുള്ളതാണ് സ്വർഗത്തിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തീർന്നു പോകുന്ന ദുനിയാവ്, അതിന് പുറകെ നമ്മൾ ഓടാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ മടങ്ങുക. നമ്മൾ എത്ര തന്നെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വാക്ക് അത് നമ്മൾ ആലോചിക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, സ്വന്തത്തോട് തന്നെ ധാരാളം ഒട്ടനേകം തെറ്റുകൾ ചെയ്തു പോയ എൻ്റെ അടിമകളോട് റസൂലെ അങ്ങ് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഒരിക്കലും നിരാശനാകാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം നമ്മൾ മുഖവിലക്കെടുക്കണം. അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നah, اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نعوذ بك من النار، اللهم إنا نعوذ بك من النار، اللهم إنا نعوذ بك من النار. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.